നമസ്കാരം. കിളിയൂർ ജോസിന്റെ കൊലപാതകത്തിലെ പ്രതി പ്രജിൻ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടത് മാർക്കോ സിനിമയിലെ ആണായി പിറന്നവനെ ദൈവം പാതി സാത്താനെ എന്ന ഗാനമെന്ന വിവരത്തിനൊപ്പം ഞെട്ടിക്കുന്ന മറ്റു പല വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. വീട്ടിൽ സാമ്പത്തിക വിഷയത്തിൽ തർക്കം നടന്നിരുന്നുവെന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട്. മെഡിക്കൽ പഠനത്തിനായി പ്രജിനെ അയച്ചതിലടക്കം കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് സിനിമ ചെയ്യുന്നതിനായി പ്രജിൻ കോടികൾ ആവശ്യപ്പെട്ടിരുന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ നിരന്തരം തർക്കം നടന്നുവെങ്കിലും ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്നാണ് അമ്മ സുഷമ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കുടുംബം ഉയർത്തിയ ആരോപണങ്ങളിൽ വിശദമായ പരിശോധന അന്വേഷണ സംഘം തുടരുകയാണ്. പ്രജിന്റെ ഫോൺ പരിശോധന തുടരുകയാണ്. പ്രജിന്റെ ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ കിട്ടാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകളുമുണ്ട്. മകന് ജാമ്യം കിട്ടരുതെന്ന അമ്മയുടെ ആവശ്യം പോലീസ് ഗൗരവത്തിലെടുക്കും. അമ്മയെയും സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ഒരു അയൽവാസിയെയും കൊല്ലാൻ പ്രജിൻ പദ്ധതിയിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രജിനെ പുറത്തു വിടരുതെന്ന അമ്മയുടെ ആവശ്യം. ഈ സാഹചര്യത്തിൽ പോലീസ് അതിവേഗ കുറ്റപത്രം നൽകും. സാത്താൻ സേവയിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യത കുറവാണ്. കൊലക്കേസ് അന്വേഷണവും കുറ്റപത്രവും നൽകലിലേക്കും പോലീസ് നടപടികൾ ചുരുങ്ങുക മാത്രമാകും ഉണ്ടാവുക. വെള്ളറട കിളിയൂർ ചരുവിള ബംഗ്ലാവിൽ ആർ ജോസ് മകന്റെ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയുണ്ട്. ആഭിചാരവും ദുർമന്ത്രവാദവും ഉൾപ്പെടെ സംശയിക്കുന്ന കേസിൽ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും നിർണായകമാവുകയാണ്. അടുത്ത ദിവസം തന്നെ പ്രജിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഇതിനുശേഷം കുറ്റപത്രവും നൽകും. പ്രജിന് 5 ഫോണുകളാണ് ഉള്ളത്. ഇതിൽ ഏതാണ് ഉപയോഗിച്ചിരുന്നതെന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. കൊച്ചിയിൽ സിനിമാ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി പിതാവിനോട് പണം ചോദിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ ചൊല്ലി കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജോസിനെ പ്രജിൻ മർദ്ദിച്ചിരുന്നെന്നും സൂചനകളുണ്ട്. ഇൻക്വസ്റ്റ് വേളയിൽ ജോസിന്റെ ശരീരത്തിൽ കണ്ട മർദ്ദനമേറ്റ പാടുകൾക്ക് 2 മാസത്തോളം പഴക്കമുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് വന്നതിനു ശേഷം പ്രജിൻ പള്ളിയിൽ പോകുന്ന പതിവും ആരാധനയും നിർത്തി. വിളിച്ചാലും പോകാറില്ല. ബ്ലാക്ക് മാജിലേക്ക് തിരിഞ്ഞു എന്നതാണ് സൂചന. കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും വടിച്ചിരുന്നു. മുറിയിലെ മേശപ്പുറത്ത് വിചിത്ര രൂപത്തിലുള്ള പ്രതിമകളും ആയുധങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു. പ്രജിന്റെ വിദ്യാഭ്യാസത്തിനായി വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിനുണ്ടായിരുന്നത്. സ്ഥലം വിറ്റാണ് പ്രജിനെ ചൈനയിൽ മെഡിക്കൽ പഠനത്തിനായി അയച്ചിരുന്നത്. എന്നാൽ പഠനത്തിന് ശേഷം മടങ്ങി വന്ന പ്രജിൻ മാതാപിതാക്കളോട് എപ്പോഴും ദേഷ്യത്തിലായിരുന്നു. പിന്നീടാണ് സിനിമ പഠിക്കാനായി കൊച്ചിയിലെ സ്ഥാപനത്തിൽ ചേർന്നത്. പോലീസ് ഈ സ്ഥാപനത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. നിലവിൽ ജോസും കുടുംബവും താമസിക്കുന്ന വീടും പറമ്പും പണയത്തിലാണെന്നും സൂചനകളുണ്ട്. പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി കൂടുതൽ പണം ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തത് ഇതുകൊണ്ടാണെന്ന സൂചനകളുമുണ്ട്. സിനിമാ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായെന്ന് അമ്മ സുഷമ കുമാരി പറയുന്നു. വീടിന്റെ 1-ാം നിലയിലെ പ്രജിന്റെ മുറിയിലേക്ക് മാതാപിതാക്കൾ പോകാൻ ശ്രമിച്ചാൽ പ്രജിൻ എതിർക്കുമായിരുന്നു. പൂട്ടിയിട്ടിരിക്കുന്ന മുറിയിൽ നിന്ന് ഒരു പ്രത്യേക ഈണത്തിലെ ശബ്ദം എപ്പോഴും മുഴങ്ങി. വിവരം പോലീസിൽ അറിയിച്ചിരുന്നു. ഒരു വട്ടം പോലീസ് എത്തി താക്കീതും നൽകി. തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പ്രജിൻ പറഞ്ഞതിനെ തുടർന്ന് മാതാപിതാക്കൾ ഡോക്ടറെ കാണിച്ചു. കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലും അടിമുടി നിഗൂഢതയുണ്ടെന്ന് ബന്ധുക്കളും പറയുന്നു. പ്രജിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെ സംശയം. പ്രജിനെ ഭയന്നാണ് മാതാപിതാക്കൾ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്നും എന്തെങ്കിലും ചോദിച്ചാൽ ഇവരെ മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ജോസിന്റെ ശരീരത്തിൽ ആകെ 28 തവണ വെട്ടേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ 3 മുറിവുകളാണ് മരണകാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. രാത്രി വീട് വിട്ടിറങ്ങിയാൽ 1-2 മണിക്കൂർ കഴിഞ്ഞാണ് തിരികെ എത്താറുണ്ടായിരുന്നത്. വീട്ടിലെ മുകൾ നിലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി പ്രത്യേക കോണിയും ഇയാൾ സൂക്ഷിച്ചിരുന്നു. മാതാപിതാക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ മുഖത്തേക്ക് തുപ്പുന്നതും പ്രജിന്റെ രീതിയായിരുന്നു. വീട്ടിൽ പ്രാർത്ഥനാ സമയത്ത് പ്രജിൻ മുകൾ നിലയിലെ മുറിയിൽ ഉച്ചത്തിൽ പാട്ട് വയ്ക്കും. സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകളാണ് മുറിയിൽ വയ്ക്കാറുള്ളതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ സമയത്ത് ഇയാൾ കറുത്ത വസ്ത്രം ധരിക്കുന്നതും പതിവായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് മുറിക്കുള്ളിലെ വിചിത്രമായ പല കുറിപ്പുകളും പുസ്തകങ്ങളും പ്രതിമകളുമെല്ലാം വീട്ടുകാർ കാണുന്നത്. ജോസ് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപും പ്രജിൻ വധഭീഷണി മുഴക്കിയിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. കൊലപാതകം നടന്നതിന്റെ ഒരാഴ്ച മുമ്പ്
ഇവരുടെ ബന്ധുവീട്ടിൽ കല്യാണമുണ്ടായിരുന്നു. വിവാഹ ചടങ്ങിനിടെ പ്രജിൻ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ ചിലർ അയാളെ കളിയാക്കി. ഇതേ തുടർന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും കാറിൽ കയറ്റി പ്രജിൻ തിരികെ പോന്നു. അമിത വേഗത്തിലാണ് ഇയാൾ കാർ ഓടിച്ചിരുന്നത്. സഹോദരി ഇത് ചോദ്യം ചെയ്തതോടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിന്നെയും സ്വർഗത്തിലെത്തിക്കുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി. നന്ദി.